എവിടെ പോവാടാ മുത്തൂസ? രണ്ടുപേരും മീൻ പിടിക്കാൻ പോവാ. എത്ര കിലോ മീനെ കൊണ്ടുവരും? വൈകിട്ടത്തേക്ക് വേറെ കറിയൊന്നും വെക്കണ്ടല്ലോ? ആ ഓക്കെ 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 ആയിക്കോട്ടെ. പൊക്കോ. വെള്ളം സൂക്ഷിച്ചോണം കേട്ടല്ലോ മുത്തൂസേ. രണ്ടുപേരും ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ. ആ ഓക്കെ. ഇന്ന് ഞാൻ വീട്ടിൽ വന്നേക്കുവാണേ. എൻ്റെ വീട്ടിൽ എറണാകുളത്ത് വന്നിരിക്കുവാണ്. നമ്മൾ ഇതിനകത്ത് ഓർക്കാനാ. അപ്പം ഞങ്ങളുടെ അമ്മയുടെ ഇന്ന് 60ാമത്തെ പിറന്നാളാണ്. നോക്കിയമ്മേ നമുക്കൊന്ന് കാണിച്ച്. 60ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന വത്സാമത്തായിയാണ്. ഞങ്ങളിന്ന് സ്പെഷ്യലായിട്ട് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ചിക്കനല്ല, ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാനുള്ള അടുക്കളയിലിട്ട് നോക്കട്ടെ. എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുവാണ്. കാരണം കുക്കിംഗ് നടക്കുകയാണല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കൻ വറുത്തിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബിരിയാണി വെക്കാനുള്ള നമ്മുടെ ചിക്കൻ ഇത്രയും വറുത്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇവിടെ വേറെ വറന്നുകൊണ്ടിരിക്കുന്നു. മീൻ പിടിക്കാൻ പോയി എത്ര കിട്ടിയിട്ടാ? 4-5 കിട്ടി. ആഹാ, ഇത് വറുത്തപ്പോൾ 3-4 ദിവസം കഴിക്കാനുള്ളതുണ്ടല്ലോ. അപ്പൊ ഞാനിത് എന്റെ കിണറ്റിൽ ഒരു മീൻ കിടക്കണം. അമ്മ അങ്ങനെ ഇവിടെ ചായ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വളർത്തുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അവൻ ഞങ്ങൾക്ക് 3-4 ദിവസം വറുത്ത് തിന്നാനുള്ള മീനുമായിട്ട് കറി വെക്കണോ അതോ വറക്കണോ? അത് നീ വെട്ടി തിരുമ്മി ഫ്രിഡ്ജിലോട്ട് വെക്ക്. എന്നിട്ട് നമുക്കൊരു 3-4 ദിവസത്തേക്കുള്ള ഉണ്ടല്ലോ. വേറെ മീൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. നാളെ ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ നാളെ വെട്ടാം. നാളെ വെട്ടാന്ന്. ഞാനും ഇവിടെ ഉണ്ട്. പിന്നെ മുഖം തിരിച്ചു പോകുന്നു കേട്ടോ. ഫോടി എടുക്കാൻ വരുമ്പോൾ മുഖം തിരിച്ചു പോകുന്നത് എൻ്റെ ചേച്ചിയാണേ. പണിയൊക്കെ എടുത്തതേ മടുത്ത്. എനിക്ക് ഒന്നാമത് ഭയങ്കര തുമ്മൽ പിടിച്ചു. ഞാൻ കഴിച്ചോളാം. പാച്ചോറ് എന്ത് ചെയ്യുമ്പോൾ കാണിച്ചേ. ഇത് പള്ളിയിൽ ചേച്ചിക്കൊക്കെ നേർച്ച കിട്ടിയതാണ്. അപ്പം പാച്ചോറ് ഇവിടെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ചേച്ചിയുടെ കൈ മാറ്റിക്കേ. അനുവിനെ കാണുന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചായ കൂടി. ഓ അത് സാരമില്ല. അതെ, കല്യാണ വീഡിയോയിൽ അനുവിന്റെ വിശേഷങ്ങൾ പറയുകയാണ്. റൈസ് നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് റൈസ് എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിൽ ദമ്മിടാം. ഞങ്ങൾ അമ്മയുടെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയും ഒരു ചുരിദാറൊക്കെ ഇട്ട്. നൈറ്റി മാറാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മാറ്റിച്ചു. അങ്ങനെ ഒരു അമ്മയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ പേടിയാണ്. അതുകൊണ്ടാണ് അറ്റൻഷനായിട്ട് നിൽക്കുന്നത്. അമ്മ അനങ്ങിക്കോ. അപ്പം നമുക്ക് പോയി കേക്ക് എടുത്തിട്ട് വരാം. വാ മുത്തൂസേ. അങ്ങനെ വീണ് പോയാലോ മനെ. കേക്ക് അപ്പച്ചൻ അടുത്ത അറ്റൻഷൻകാരനാണ്. ഇത് അപ്പച്ചനും അമ്മ അറ്റൻഷൻ ആണെങ്കിലേ അപ്പച്ച. ഹാപ്പി 60th ബർത്ത്ഡേ. പിന്നെ ഞങ്ങളുടെ അമ്മയുടെ 60ാമത്തെ പിറന്നാളാണ്. എടുക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ക്യാൻഡിലൊക്കെ മേടിച്ചിട്ടുണ്ട്. കേക്കിന്റെ ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അമ്മ കേക്ക് ഇഷ്ടപ്പെട്ടോ അമ്മ? ആണോ? നമുക്ക് ക്യാൻഡിലും കൂടെ ചെയ്യാം. അങ്ങനെയാ 60. ഇതേ കത്തിച്ചു കഴിഞ്ഞിട്ട് അമ്മ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് വേണം തീ കത്തിക്കല്ലേ അത് ഊതിക്കെടുത്താൻ കേട്ടോ. ഒന്ന് മാറിക്കാം മമ്മി. ഓക്കെ അല്ലേ? അമ്മി ഒന്ന് മാറിക്കേ. ആ കളർ വെച്ചേക്കാം. പക്ഷെ കറക്റ്റ് കളർ ആയിട്ടില്ല. മുറിക്കാം. ഓക്കെ, കത്തിച്ചോളൂ. നമ്മുടെ അടുത്ത് നിൽക്കും. രണ്ടുപേരും ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ലൈറ്റ് ഇത്രേ ഉള്ളൂ. അമ്മ അത് കെടുത്തുന്നതിന് മുമ്പ് കുരിശ് വരച്ച് അമ്മയ്ക്ക് ഒരാഗ്രഹം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അതങ്ങ് ഊതിക്കെടുത്ത് കേട്ടോ. ഊതിക്കോ.
ആ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പച്ചൻ ആദ്യം അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അതും കൂടെ പഠിക്കടാ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ വത്സമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ഉമ്മ എൻ്റെ കൊള്ളൂലേ കൊല്ലി ഞാൻ ഒന്നും കൂടെ കൊടുക്കാം റീപേക്ക്. ഫ്രണ്ടി പറഞ്ഞു ശരിയായില്ല എന്നാലും വേണ്ടില്ല. എന്റെ ശരിയായില്ല വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരുടെ ഗിഫ്റ്റ് ഇതെന്റെ ഗിഫ്റ്റാ. മമ്മ നമുക്ക് അമ്മയ്ക്ക് ചെറിയ ഓരോ ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് കൊടുക്കണേ ഐ ലവ് യു എന്ന് പറഞ്ഞു കൊടുക്കപ്പച്ച. ചേച്ചി വല്ലാത്തൊരു ഐ ലവ് യു ആയിപ്പോ. അപ്പച്ച ജീവിതത്തിൽ ആദ്യമാണോ അപ്പച്ച ഐ ലവ് യു പറയണ അമ്മയുടെ? അപ്പൊ എന്റെ വക ഞാൻ കൊടുക്കാത്തത്. ഇനി നെക്സ്റ്റ് പിള്ളേരുടെ വക ഗിഫ്റ്റ് സെക്ഷൻ ആണ്. നീ തന്നെയല്ലേ തൂത്ത് വെച്ച, അപ്പൊ നിങ്ങക്ക് അങ്ങനെ തന്നെ വേണോടാ, അങ്ങനെ തന്നെ വേണോടാ. എല്ലാരും യൂത്തൂസിന്റെ തൂത്ത് വെച്ച് കൊടുത്തപ്പോ ഓർക്കണായിരുന്നു. അമ്മയ്ക്ക് സന്തോഷമായോ 60ാമത്തെ പിറന്നാൾ? നെക്സ്റ്റ് കേക്ക് കട്ട് ചെയ്ത് തിന്നാനുള്ള ആക്രാന്തമായിരിക്കും ഇനി കാണുന്നത്. അടി 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 കേക്കിനുള്ള അടി ഞാൻ കൊടുത്തു. അല്ലേ അപ്പച്ചന് കൊടുക്കടാ. അപ്പച്ചന് കൊടുത്തു വിട. അപ്പച്ചന് അല്ല അപ്പച്ചന് കൊടുത്തു വിടുന്നു. അപ്പച്ചന് കൊടുക്ക് ചോക്ലേറ്റ്. അപ്പച്ചാ ദാ അപ്പച്ചന് കേക്ക്. ഇച്ചിരി കഴിച്ചാൽ കുഴപ്പമില്ല, കുറച്ചല്ല കഴിച്ച കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ ദം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബിരിയാണി വിളമ്പാൻ വേണ്ടി പോവാണ്. സർലാസ് ഇട്ടു, നാരങ്ങ അച്ചാറ്, ഇനി ബാക്കിയുള്ള എടുത്തിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി കഴിക്കുകയാണ്. എനിക്കില്ല ചേച്ചി അമ്പച്ച ഏത് വേണേലും എടുത്തു, എല്ലാവർക്കും ഏകദേശം ഒരേപോലെ. അമ്മയ്ക്ക് ചിക്കൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ചിക്കൻ വേണ്ട പോലെ അമ്മ റൈസ് മാത്രം കഴിക്കുന്നുണ്ട്. ചേച്ചിയാണ് എല്ലാവർക്കും. ഏതാ വെച്ചാ നെല്ലിക്ക അതല്ല ഇരിക്കണം, നെല്ലിക്കച്ചാറ് അത് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ. വെച്ച നെല്ലിക്കച്ചാറ് കൂത്തുപോകും. ഇതാണ് മുട്ട, സർലാസ്, പപ്പടം. അപ്പം ഞാനും കൂടെ കഴിക്കട്ടെ. നല്ലതാ എല്ലാരും ഒന്നും കൂടെ പറഞ്ഞേ. അടിപൊളി സൂപ്പറാണോ? എന്നാ ഞാൻ കഴിക്കട്ടെ, ഇനി എനിക്ക് ക്ഷമയില്ല. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അപ്പൊ അമ്മയുടെ 60ാമത്തെ പിറന്നാളിന്റെ വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ. അതെ
ഞങ്ങളുടെ ചെറിയൊരു ആഘോഷം. അപ്പം ഞങ്ങൾ ഈ ടൈമിൽ മിസ് ചെയ്ത ഞങ്ങളുടെ രണ്ടുപേരുടെയും ചേട്ടായിമാരെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തകർക്കാമായിരുന്നു. പക്ഷെ അവരില്ലാണ്ടായിപ്പോയി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും മറ്റൊരു പിന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. എല്ലാരും ഒരു ബൈ ബൈ പറഞ്ഞേ. ബൈ. അമ്മയുടെ ബൈ. അമ്മേനെ കണ്ടില്ല. ബൈ ബൈ. ആ അപ്പച്ചൻ മാത്രം ബൈ പറഞ്ഞില്ല. അപ്പച്ചാ അപ്പച്ചാ അപ്പച്ചൻ അവിടെ വാ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബൈ പറഞ്ഞാൽ അർജന്റ് അപ്പച്ചിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. അപ്പച്ചൻ ബൈ പറയോ? ബൈ ബൈ.